തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്തിലെ കൃഷിനാശം വരുത്തുന്നതും മനുഷ്യജീവന് ഭീഷണിയാകുന്നതുമായ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിന്റെ രണ്ടാം ഘട്ടം പൂർത്തിയായി. രണ്ടാം ഘട്ടത്തിൽ വിദഗ്ധരായ അംഗീകൃത ഷൂട്ടർമാരുടെ നേതൃത്വത്തിൽ 43 കാട്ടുപന്നികളെയാണ് വെടിവെച്ച് വീഴ്ത്തിയത്. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 18-നാണ് ഷൂട്ടർമാരുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ 13 കാട്ടുപന്നികളെ കൊന്നത്. കൃഷിനാശം വരുത്തുന്നതും ആളപായം ഉണ്ടാക്കുന്നതുമായ കാട്ടുപന്നികളെ വകവരുത്താൻ തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. പദ്ധതി അംഗീകരിക്കപ്പെട്ടതോടെ ബോർ ഹണ്ടേഴ്സ് എന്ന ടീമുമായി പഞ്ചായത്ത് കരാറിലേർപ്പെടുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പന്നികളെ കൊല്ലാൻ ഷൂട്ടർമാരെത്തിയത്. പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നായി കൃഷിനാശം വരുത്തുന്ന 43 കാട്ടുപന്നികളെയാണ് രണ്ടാം ഘട്ടത്തിൽ ഷൂട്ടർമാർ വെടിവെച്ച് കൊന്നത്. വരും ദിവസങ്ങളിലും വെടിവെപ്പ് തുടരുമെന്നും പഞ്ചായത്തിലെ ജനങ്ങളുടെ കൃഷിയും ജീവനും സംരക്ഷിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കെ അസീസ് പറഞ്ഞു. നമുക്കെല്ലാവർക്കും സന്തോഷം നൽകുന്ന രീതിയിൽ 43 പന്നികളെയാണ് നമുക്ക് തുരത്താൻ സാധിച്ചിട്ടുള്ളത്. വളരെ വലിയ ഒരു എഫേർട്ട് ഇതിനു മുമ്പിൽ പിറകിൽ നമ്മുടെ ടീമിൻ്റേതായിട്ട് ഉണ്ട്. ഇന്നലെ രാവിലെ മുതൽ ഇന്ന് പുലർച്ചെ വരെ അവർ കൃത്യമായി എല്ലാ പ്രദേശങ്ങളിലും ചെന്ന് വേട്ട നടത്തി. അതിനു മുമ്പ് ഒരാഴ്ചത്തോളമായിട്ട് എവിടേക്കാണ് ഇതിൻ്റെ താവളം എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സക്കീർക്കായുടെ നേതൃത്വത്തിൽ. അതുപോലെ തന്നെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു നവാബ്, ഹൈദരാബാദ് നൈസാമുകളുടെ കൂട്ടത്തിലുള്ള നവാബ് കൂടി ഇവരുടെ ടീമിൽ അംഗമായതിൻ്റെ ഒരു കൃത്യമായ ഗുണം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഈ ടീം തന്നെ അല്ലെങ്കിൽ പരിസര പ്രദേശങ്ങളിൽ ഏറ്റവും വലിയ വേട്ടയാണ് ഇത് നടന്നിട്ടുള്ളത് എന്നാണ് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഏതായാലും നമുക്കൊക്കെ സന്തോഷിക്കാം. നമ്മളെല്ലാ ദിവസവും അധ്വാനിക്കുന്നത് അന്ന് രാത്രി തന്നെ നമ്മുടെ പന്നികൾ വന്ന് നശിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനൊരു പരിധിവരെ ശമനമുണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കപ്പത്തിന് പൊൻതിളക്കമേകി 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ്, പട്ടാമ്പി റോഡ്, കൊപ്പം.